ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിനോ ഒക്കെ വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈക്ക് വാങ്ങുന്നത് നല്ലതാണ്. കുറച്ച് പൈസ കൂടിയാലും വയർലെസ് മൈക്ക് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ആദ്യം വാങ്ങിയത് ഒരു വയർഡ് മൈക്കായിരുന്നു. ബോയയുടെ തന്നെ M1 എന്ന് പറഞ്ഞൊരു വയർഡ് മൈക്കായിരുന്നു. പക്ഷേ പുറത്ത് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോയ V2 എന്ന് പറഞ്ഞ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു iPhone 11 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ്നിങ് കണക്ടർ ഉള്ള മോഡലാണ് ഞാൻ വാങ്ങിയത്. ഇതാണ് V2. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണോ പുതിയ ഐഫോണോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ V20 എന്ന് പറഞ്ഞ മോഡൽ വാങ്ങിയാൽ മതി. ഇതിൽ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും രണ്ട് മോഡലും സെയിം ആണ് കേട്ടോ. ഒരുപാട് വയർലെസ് മൈക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലും കുറഞ്ഞ വിലയുള്ളതുകൊണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ മൈക്ക് ബോയ M1 ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് സെയിം കമ്പനിയുടെ തന്നെ മൈക്ക് വീണ്ടും വാങ്ങിയത്. ഒരു 11 മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫേക്ക് അൺബോക്സിംഗ് നടത്താം. കോമ്പാറ്റബിൾ വിത്ത് iOS ഡിവൈസസ് എഴുതിയിട്ടുണ്ട്. 2 years വാറണ്ടി ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ 3500 രൂപയാണ് ഇതിൻ്റെ വില. ബോക്സ് നമ്മൾ തുറക്കുവാണ്. USB ടൈപ്പ് A to ടൈപ്പ് C 2 കേബിളുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. 2 ട്രാൻസ്മിറ്ററുകളും ഒരു റിസീവറാണ് ഇതിലുണ്ടാവുക. ഈ റിസീവറിൽ ലൈറ്റ്നിങ് കണക്ടറാണ് ഉള്ളത്. അതുപോലെ റിസീവറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു USB ടൈപ്പ് C പോർട്ട് കാണാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് കണക്ടർ ഫോണിൽ കണക്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ ഫോൺ ചാർജ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. റിസീവർ നമ്മൾ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിന് ഈ ഒരു ഉണ്ട ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ വെച്ചതാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരും. ഇതിൻ്റെ ബോക്സിൽ കിടക്കുകയായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ മൈക്ക് സംഭവം നമുക്ക് കിട്ടും. ഇത് നമ്മളിതിൽ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈ വിൻഡ് നോയ്സ് റിഡക്ഷനൊക്കെ സഹായിക്കും. ഇത് 11 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഉരിഞ്ഞ് കളയാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അതുകൊണ്ട് നമുക്കിതിപ്പോൾ കളയാം. ട്രാൻസ്മിറ്റർ നമ്മൾ ചാർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു USB ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൽ റെഡ് ലൈറ്റ് ആയിരിക്കും കാണിക്കുക. ഈ റെഡ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അതിനർത്ഥം ഫുൾ ചാർജ് ആയെന്നാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ടഡ് അല്ല കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്നി ഡയറക്ഷണൽ സൗണ്ട് പിക്കപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഡയറക്ഷനിൽ നിന്നുള്ള സൗണ്ടാണ് സാധാരണ പിക്ക് ചെയ്യുക. അപ്പോൾ ചുറ്റുപാടുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കിട്ടാൻ അത് സഹായിക്കും. 50 മീറ്റർ വയർലെസ് ട്രാൻസ്മിഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആണോ? ഇതൊരു 10 അടി ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ഇതൊരു 10-12 മീറ്റർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു 20 മീറ്ററൊക്കെ ഉണ്ടാവും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഈ മൈക്കിൽ ലൈറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. കണക്റ്റഡ് ആണെന്നുള്ള പേഡാണെന്നുള്ള ലൈറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 മീറ്റർ 40 മീറ്ററൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു 50 മീറ്റർ ആയിട്ടുണ്ടാവും. കൃത്യമായ കണക്കല്ല, എന്നാലും ഇത് അത്യാവശ്യം നല്ല ദൂരമാണ്. ഇത്രയും ദൂരത്തേക്ക് ഇതിൻ്റെ ഒരു മൈക്കിന് സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സൗണ്ട് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് ഈ ഒരു മൈക്ക് മതിയാവും. 9 മണിക്കൂർ ബാറ്ററി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഏകദേശം സത്യമാണ്. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഇന്ന് വരെ ബാറ്ററി കഴിഞ്ഞ് പോകണ പ്രശ്നം വന്നിട്ടില്ല. 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ബാക്ക് ക്ലിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നേരാണ്. ബാക്ക് ക്ലിപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് പെയറിംഗ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പെയർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയർ ചെയ്യണ്ട, ഓട്ടോമാറ്റിക് പെയറിംഗ് ആണ്. ഇതിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നും വേണ്ട. ഈ റിസീവർ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ ക്യാമറ ഓൺ ആക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രാൻസ്മിറ്റർ എടുക്കുക. ട്രാൻസ്മിറ്ററിൻ്റെ ഇവിടെ ആയിട്ട് പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. കണ്ടോ? അപ്പോൾ ട്രാൻസ്മിറ്റർ മുഴുവൻ ബ്ലൂ ലൈറ്റ് കത്തി. ഇതും മുഴുവൻ ആ ബ്ലൂ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബ്ലൂ ലൈറ്റും സ്റ്റേബിളായി. അതിനർത്ഥം ഇത് രണ്ടും കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് തന്നെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് വെറുതെ ഇതൊന്ന് ഓൺ ചെയ്താൽ തന്നെ ഫോണായിട്ട് ഇത് കണക്ട് ആയിക്കോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നോയ്സ് റിഡക്ഷൻ ഉണ്ട്. നോയ്സ് റിഡക്ഷന് സെപ്പറേറ്റ് ബട്ടണും ഉണ്ട്. നമ്മൾ റിസീവറിൻ്റെ സൈഡിൽ ഇവിടെ കാണുന്ന 2 റിസീവറും കൂടെ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ NR എന്ന് പറഞ്ഞ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ബ്ലൂ ബട്ടൺ നമ്മളിതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. ലൈറ്റിലുണ്ടാവണ വ്യത്യാസം നോക്കിക്കോളൂ കേട്ടോ. ആ ലൈറ്റ് ഗ്രീനായിട്ട് മാറി. ആ ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം
നമ്മളിപ്പോൾ നോയ്സ് റിഡക്ഷൻ ഓൺ ആണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നോയ്സ് റിഡക്ഷൻ ഓൺ ചെയ്യാതെയുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് നോയ്സ് റിഡക്ഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയാലോ. ഇൻബിൽറ്റ് നോയ്സ് റിഡക്ഷൻ ഓൺ ചെയ്തുകൊണ്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മൈക്കാണ്. അതുപോലെ ഒരുപാട് സമയം ബാറ്ററി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ. ഞാൻ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം സമയമൊന്നും ഇത് ചാർജ് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്താലും ബാറ്ററി അങ്ങനെ പെട്ടെന്ന് കഴിയാറുമില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആണോ വയേർഡ് മൈക്കിൻ്റെ ആണോ സൗണ്ട് ഔട്ട്പുട്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വയേർഡ് മൈക്കിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ്. പക്ഷേ ഒരു 3500 രൂപ റേഞ്ചിൽ കിട്ടുന്നതിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തരുന്നൊരു മൈക്ക് തന്നെയാണിത്. കാരണം ബോയ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു മൈക്കാണ്, നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഗുണം എന്തായാലും ഇതിനുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് ഷർട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ടീഷർട്ടിലോ ഒക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം ഹാങ് ചെയ്ത് കിടക്കുന്നില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.